വെറും 7 രൂപയ്ക്ക് വീട് ഡീപ്പ് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഒരു ഫേമിനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മിസ്റ്റർ ക്ലീൻ. ഇതിന്റെ ഓണർ സുബിൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ വീട് വെച്ച കാലം തൊട്ട് എൻ്റെ വീടിന്റെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇവരാണ്. കൂടാതെ നമ്മുടെ ഷോറൂം ഡീസോളിന്റെ ഷോറൂം തുടങ്ങിയപ്പോഴത്തേക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് ചെയ്തത് നമ്മുടെ സുബിന്റെ മിസ്റ്റർ ക്ലീൻ തന്നെയായിരുന്നു. എൻ്റെ വീടിന്റെ 4-മത്തെ 5-മത്തെ ഡീപ്പ് ക്ലീനിങ് ആണ്. കാര്യം ഞാൻ ഓരോ 6 മാസം കൂടുമ്പോഴും ഇവരെ കൊണ്ട് ഡീപ്പ് ക്ലീൻ ചെയ്യിക്കാറുണ്ട്. ഈ ക്ലീനിങ് എന്തുകൊണ്ട് വേറൊരു ടീമിനെ കൊണ്ട് ചെയ്യിക്കണം, നമുക്ക് തന്നെ ചെയ്താൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം കൂടി പറയാം. ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കി അവിടെ തേച്ച് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ അത് നമ്മൾ എല്ലായ്പ്പോഴും ചെല്ലുന്നത്, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ ആ ചെയ്യുന്നതൊന്നും അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് ഓരോ മുക്കും മൂലയും, ഈ കണ്ട കബോർഡടക്കം, ഈ കാണുന്ന ബെഡ് അടക്കം, ആ ബെഡ് കോട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള ഓരോ മൂലയും കൃത്യമായിട്ട് വാക്വം പിടിച്ച് അത് വൃത്തിയാക്കി, ഗ്ലാസ്സുകളുണ്ടെങ്കിൽ ഇതുപോലെ തേച്ചൊരച്ച് കഴുകി അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഡീപ്പ് ക്ലീനിങ്. ഈ ഗ്ലാസ്സുകളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ചിലപ്പോൾ നമുക്ക് പെർഗോളാസ് ഉണ്ടാകും, അതുപോലെ വിൻഡോ ഗ്ലാസ്സസ് ഉണ്ടാകും. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഈ പാണ്ട് പിടിച്ചതുപോലെ തന്നെ ഇരിക്കും. അതാണ് ഈ കാണുന്നത് പോലെ വൃത്തിയാക്കുന്നത്. പിന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഉപയോഗിക്കുന്ന ഉപകരണം നമ്മൾ സാധാരണ തുണിയിട്ട് തുടയ്ക്കുന്നത് പോലെയല്ല. അവരുടെ കയ്യിൽ കൃത്യമായിട്ട് ഗ്ലാസ് ക്ലീനർ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഗ്ലാസിനകത്തൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഗ്ലാസിനുള്ളിലൂടെയാണ്. പിന്നെ നമ്മുടെ കിച്ചൺ, കബോർഡ്, ഫ്ലോറ്, അതുപോലെ ഓരോ മുക്കും മൂലയും, ബെഡ് കോട്ട്, ഇവിടെ എല്ലാം തന്നെ കൃത്യമായിട്ട് കഴുകി, അതുപോലെ സോഫാസ്, ബെഡുകൾ അവിടെയൊക്കെ കൃത്യമായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി തരുന്നു. ഇതിനവർ മേടിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് 7 രൂപയാണ്. വീട് എത്രയാണോ അതേ ഇൻറ്റു 7, അതായത് 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്, അതേ ഇൻറ്റു 7 അതാണ് പ്രൈസ് വരുന്നത്. പ്രത്യേകം പറയട്ടെ, ഇവർ എക്സ്റ്റീരിയർ ഡീപ്പ് ക്ലീനിങ് ചെയ്യില്ല. പലരും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. വീടിനുള്ളിലുള്ള ഇന്റീരിയർ ക്ലീനിങ് ആണ്, പെയിന്റ് ഒന്നും വാഷ് ചെയ്യില്ല കേട്ടോ. കേരളത്തിനകത്ത് എവിടെയും വന്ന് ക്ലീൻ ചെയ്യും എന്നതാണ് ഇവരുടെ പ്രത്യേകത. വേറെ ഫ്രാഞ്ചൈസീസ് ഒന്നുമില്ല. നേരിട്ടാണ് മിസ്റ്റർ ക്ലീൻ ഡീപ്പ് ക്ലീനിങ് ഏറ്റെടുക്കുന്നത്. ഫ്രാഞ്ചൈസി വർക്കുകൾ ഇവർ ഏറ്റെടുക്കുന്നില്ല, ഫ്രാഞ്ചൈസി ഇവരിട്ട് കൊടുക്കുന്നുമില്ല. ഒരു 2300 സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണ് ഒറ്റ ദിവസം മതി ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിയാൻ. ഇത് എൻ്റെ വീട്ടിൽ രാവിലെ ഒരു 9:30 മണിക്ക് തുടങ്ങി രാത്രി ഒരു 6 മണി 6:15 തീരുകയും ചെയ്തു. അത് കറണ്ട് പല പ്രാവശ്യം പോയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ തീർന്നേനെ. ഞാൻ ക്ലീനിങ് കൊടുത്താൽ വീട് ഏൽപ്പിച്ചിട്ട് പുറത്തോട്ട് പോകും. ഇവരുടെ സ്വന്തം വീട് പോലെ അത് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കും. പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ കയറി താമസത്തിന് മുമ്പ് നമ്മുടെ ടൈലിലൊക്കെ എന്തൊക്കെ ചെറിയ പാടുകളും അതുപോലെ ഗ്ലാസ്സിലൊക്കെ പാടുകളൊക്കെ വീണ് കഴിഞ്ഞാൽ കയറി താമസത്തിന് മുമ്പ് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഇനി പ്രധാനമായിട്ടും നിങ്ങൾ വീട് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും 1 വർഷം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യിപ്പിക്കുക. അത് നല്ലതാണ്. അപ്പോൾ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം, നേരിട്ട് വിളിച്ചോ. അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവർ, ഫോളോ ചെയ്യാത്തവർ എല്ലാം ചെയ്തേക്കുക. നന്ദി, വീണ്ടും വരും.